ഈ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി വരുമ്പോൾ മോൾ ഓടിച്ചോണ്ട് കാറിനെ തടഞ്ഞു നിർത്തി ഒരുത്തൻ ചീത്ത വിളിക്കുക. അതിന്റെ വീഡിയോ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഞങ്ങൾ പോലും ഇന്നത്തെ ദിവസം ഈ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദിയ കൃഷ്ണ OBOC ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 വീഡിയോസിനകത്തും നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യമായിരുന്നു, ഈ 3 പെണ്ണുങ്ങളുമാണ് പെരുങ്കള്ളികൾ, ഭൂലോക ഉഡായിപ്പുകൾ. ഡ്രാമ എന്ന് പറയുന്ന ഒരു ടീഷർട്ട് ഇട്ട് വന്നിട്ട് വൻ ഡ്രാമ കാണിച്ചുകൊണ്ടിരുന്ന പെരുങ്കള്ളികളാണ് ഇവളുമാർ. അപ്പോൾ അതിന് മണ്ടക്കായിട്ട് മറ്റൊന്നും സംസാരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇഷ്യൂവിൻ്റെ പുറകിലായിട്ടാണെങ്കിൽ വലിയൊരു കോൺസ്പിറസി ഉണ്ടെന്നും അല്ലെങ്കിൽ മറ്റാരൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡേ 1 തൊട്ട് കൃഷ്ണകുമാർ ആവർത്തിച്ച് പറയുന്നതായിരുന്നു. പിന്നീട് ഇപ്പം മീഡിയാസിന് മുന്നിൽ വന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദിയ കൃഷ്ണയ്ക്ക് ഒരു ത്രെറ്റനിങ് പോലെ രാത്രിയിൽ വണ്ടിയിൽ കാറിൽ യാത്ര ചെയ്യുന്ന ടൈമിലാണെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് കുറേ അമ്മമാരൊക്കെ വരുന്ന കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഇപ്പോൾ ദിയ കൃഷ്ണനെ ആണെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഗർഭിണിയാണെന്ന് പോലും ആലോചിക്കാതെ അല്ലെങ്കിൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ കുറച്ച് ആൾക്കാർ അവർക്കെതിരായിട്ട് കമന്റ് ബോക്സ് വീഡിയോസിനകത്തൂടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാം. ആദ്യം തന്നെ ദിയ കൃഷ്ണയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സ്വാമിജിയുണ്ട്, ഒരു വേട്ടാവളിയാണ്, വച്ചയ്ക്ക് പറയാമല്ലോ. ആ വേട്ടാവളിയെ വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് 3 പെൺകുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിന്റെ മൂർച്ച ഇവരിലൂടെ നമ്മളും അറിയാം. ദിയക്ക് സംഘപരിവാറുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ വന്ന് തീർക്കേണ്ട സാഹചര്യം ഇതല്ല. ഇവിടെ ദിയ കൃഷ്ണനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ സംഘ ടീംസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ BJP-കാരായതിന്റെ പേരിലൊന്നും അല്ല. അതിനകത്തിലെ സത്യം എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. പച്ചച്ചോറുണ്ടെന്ന് മനസ്സിലാവുമല്ലോ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റുന്നുള്ളത്. പിന്നെ ഈ 3 പെണ്ണുങ്ങളെ ആണെങ്കിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നുള്ളത്. സ്വന്തം സ്ഥാപനത്തിന് ഇത്രയും ലക്ഷങ്ങൾ തട്ടിയിട്ട് അത്രയും ബ്ലൈൻഡ് ആയിട്ട് അവരെ വിശ്വസിച്ച് അവരിങ്ങനെ ഒരു പരിപാടി കാണിച്ചവളുമാരാണെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. സാധാരണ അങ്ങനെയാണെങ്കിലോ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ എല്ലാവരും ചെയ്യാറുള്ളത്. പിന്നെ ദിയ കൃഷ്ണ എങ്ങനെയായിരുന്നു അവരുടെ അടുത്ത് നിന്നിരുന്നതെന്നുള്ളത് 2 വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്. കേട്ടില്ലേ, OBOC-ലെ കുട്ടികളാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് വീഡിയോക്കകത്ത് പരിചയപ്പെടുന്നത്. ഇനി ഇവരുടെ വളകാപ്പനാണെങ്കിൽ ഇവർ ഈ പെണ്ണുങ്ങൾ തന്നെ ആണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശ്വസോടെ ഇങ്ങോട്ട് വെക്കാം. ഈ രീതിയിൽ അവിടെ വന്നിരുന്ന പെണ്ണുങ്ങളാണ് ഇമ്മാതിരി അപരാധം കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, അത്രത്തോളം ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് പോയതിന്റെ പേരിലാണ് ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. ഒരാളിട്ടേക്കുന്ന ഒരു കമന്റ് ഇങ്ങോട്ട് വയ്ക്കുക, ഹൗ ക്യാൻ വി ട്രസ്റ്റ് എ നോൺ ടെക്സ്റ്റ് ബുക്ക് നാസിസ്റ്റ് ലൈക്ക് ദിയാന്ന്. ഇന്നലകളിൽ അയാൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തെ നിങ്ങൾ വിലയിരുത്തുന്നത്? ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ പെരുങ്കളികൾ ഇങ്ങനത്തെ ഒരു വലിയൊരു കള്ളത്തരങ്ങൾ ഇവിടെ കാണിച്ചു എന്നുള്ളത്. എന്നിട്ടും ബാക്കി ആ സ്വാമിജി പറയുന്നേക്കാം, കടയുടെ ഉടമസ്ഥനും അയാളുടെ കൂട്ടത്തിലുള്ള സൈന്യം, 5 പെണ്ണുങ്ങളുടെ സൈന്യവും അവരെ വെള്ളപൂശിക്കൊണ്ട് മറ്റുള്ളവരെ നന്ദി കെട്ടവരായിട്ടും മോഷ്ടാക്കളായിട്ടും സമൂഹത്തിൽ നിന്റെ തല തെറിപ്പിക്കുന്നതാണ് ഫോണിൽ കൂടെ പറഞ്ഞത്. നിനക്ക് ഈ സമൂഹത്തെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, നട്ടലിന് നിർത്തി നടക്കാൻ കഴിയില്ല, നിന്റെ മോന്ത അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞു. മര്യാദക്കാരത്രേ സംസ്കാരം. ദിയ കൃഷ്ണ ഒരു കോളിനകത്തോടെ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നുള്ള ഒരു ഓഡിയോ കോളിനകത്ത് ഇങ്ങനെ പറഞ്ഞുള്ള കാരണം കൂടെ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേൾക്കാം. ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഇവർ ഉറങ്ങാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു. നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പാങ്കാലത്തെ 3 മണി, 30-ാം തീയതി ഒരു 3 മണിയോളം സമയം വരും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് നോക്കി കാണാം, അശ്വിൻ ചേട്ടൻ അവർ സേവ് ചെയ്തിട്ടുണ്ട്. അശ്വിന്റെ ഫോണിലാണ് അവസാനം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്സ് കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അശ്വിൻ അവസാനം എടുത്തിട്ട് എന്റെ കയ്യിൽ ഫോൺ തരെയാണ് ചെയ്തത്. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിന്റെ ഒരു പൊട്ടിത്തെറിക്കലും കൂടെയാണ് ഞാൻ അന്നത്തെ കാണിച്ചത്. കാര്യം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്നു, എന്നുണ്ടെങ്കിൽ നാളെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടുകാരോട് പറയുക, കാരണം ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ 8 മന്ത്സിലോട്ടായി. ഇപ്പോൾ എനിക്ക് ഈ മന്തിന് ഡെലിവറി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല. വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്, പുള്ളിയുടെ തലയ്ക്ക് എനിക്കിത് വെക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഞാൻ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് ആ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു. കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലെ ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം എന്നുള്ളതേ ഉള്ളൂ, ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ, ഒന്ന് മനസ്സൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോഴേ അവർ കോൺടാക്ട് ചെയ്ത് ഞാൻ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു വീഡിയോ വെളിയിലോട്ട് വിട്ടത് വരെ. മേ ബി അവർ വിചാരിച്ചിട്ടും ഉണ്ടാവാം, ഞാൻ എൻ്റെ തെറി വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ അഗൻസ്റ്റ് വരും, ഈ പെണ്ണ് എന്താ ഗർഭിണി എടുത്ത് തെറി വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു. പക്ഷെ അത് ഓർക്കത്തെ മാനസികാവസ്ഥയാണ്. എന്നെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു. എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി എന്ന് വിളിച്ചു വരുന്നു. ഞാൻ അപ്പോഴും അവരോട് എന്നെ ചേച്ചി എന്ന് വിളിച്ചു പോരെന്ന് പറയുന്നുണ്ട്. കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർക്ക് വ്യക്തമായി അറിയാം, ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഇവരെ അനിയത്തിയായിട്ട് പോയിട്ടൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത്.
പക്ഷേ ഇവര് ഇപ്പൊ തന്നെ ഒരു വിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാര്യം ഒരു സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നു ദിയ മാഡം, 5 സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി, എന്നാൽ അടുത്ത 2 സെക്കൻഡ് കഴിയുമ്പോൾ ദിയ, പിന്നെ പറയുന്നു അവൾ. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ സ്റ്റാൻഡ് ഇല്ല. ആ 3 പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണും. നമ്മളായിട്ട് ആരെയും പറ്റി പറയണ്ട, അവരെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഗർഭിണിയായിട്ടുള്ള ഈ ഒരു ലേഡീനെ ഇത്രത്തോളം അല്ലെങ്കിൽ മാനസികമായിട്ട് എത്ര സന്തോഷത്തോടെ ഇരിക്കേണ്ടിരുന്ന ഈ ഒരു ടൈമിൽ ഇത്രത്തോളം അവളുമാർ ദ്രോഹിച്ച്, അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായിരുന്നു ദിയ കൃഷ്ണ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ പൊന്നു മക്കളെ, നാളെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരണം കേട്ടോ, എനിക്ക് 3 പേരെയും കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഞാൻ ഇനിയും ഒരുപാട് പൈസ തട്ടിക്കാനെ കൊണ്ട് ഞാൻ നിന്ന് തരാം കേട്ടോ എന്ന് പറയണോ ദിയ കൃഷ്ണ? ഇങ്ങനെ ചെയ്തുകൊള്ളുമാരാണെങ്കിൽ ദിയ കൃഷ്ണ എന്ന് വിളിച്ച് സംസാരിച്ചേക്കുന്ന കാര്യങ്ങൾ വളരെ കുറഞ്ഞു പോയി. എടാ, നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇമ്മാതിരി അപരാധം കാണിക്കുന്ന പെമ്പിളാരെ എന്തുവാടെ വിളിച്ച് പറയുന്നത്? നിങ്ങൾ ഇത്രയും വിശ്വസിച്ചിട്ട് ഇത്രയും ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയവളുമാരെ എന്തുവാ ചെയ്യേണ്ടത്? ദിയ കൃഷ്ണ പറഞ്ഞത് കുറഞ്ഞു പോയി എന്നാ ഞാൻ പറയുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളുടെ ഒരു പുതിയൊരു പരിപാടിയുണ്ട്, അതൊരു വൃത്തികിട്ട പരിപാടിയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഒരു പെണ്ണുണ്ട്, ഈ ചുണ്ടത്ത് ചോക്ക് വെച്ച് തേക്കും. വൃത്തികേടാണത്. ആകാം ഇപ്പൊ എന്റെ ചുണ്ട് കത്തട്ടല്ലോ, ചോന്നിട്ടാണ്, ഞാനൊന്നും വെച്ച് തേച്ചിട്ടല്ല. പക്ഷെ ഈ ചുണ്ട് മാത്രം, ബാക്കിയെല്ലാം മലയാളിയുടെ പോലെ തന്നെ ബ്രൗൺ കളർ, ചുണ്ട് മാത്രം ആരെ ചുണ്ടത്തൊട്ട് ഒരു അടി കൊടുത്ത ചുണ്ട് പൊട്ടിയിട്ട് ചോര ഒഴിക്കുന്ന പോലെ ചുണ്ട് ഇരിക്കുന്നുണ്ട്. സിംഹാനം കുരങ്ങുണ്ട് നമ്മുടെ സൈഡിൽ മാതിരി പോയി കഴിഞ്ഞാൽ. സിംഹാനം കുരങ്ങിന്റെ ഈ മുഖം കറുത്തട്ട, മലയാളിയാണല്ലോ, ശരീരം കറുത്തട്ട, പക്ഷെ അതിന്റെ മൂഡ് മാത്രം, അതിന്റെ ആസനദ്വാരത്തിന് ചുറ്റും മാത്രം ഇങ്ങനെ ചുമന്നിരിക്കുന്നത് കാണാം. ഇതുപോലെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ വെച്ച് തേച്ച് ഓരോന്ന് കാണിച്ചു നടക്കുന്നത്. അവരുടെ ഇഷ്ടമാണ്. ഇയാളൊരു സാമുജിയനാണോ ശരിക്കും? ഇതേതോ ഒരു അപരാധിമോനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ന്യൂസ് റിപ്പോർട്ടറിന്റെ കാര്യം നടക്കുന്നത് എനിക്ക് തോന്നുന്നു സുജയ്യ പാർവതിയുടെ കാര്യമാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇതുപോലെ ലിപ്സ്റ്റിക് ഇടുന്നതിനെ ഈ രീതിയിലാണ് വർണ്ണിക്കാനെ കൊണ്ട് ഇയാൾക്ക് തോന്നിയേക്കുന്നത്. ഇയാൾ ഈ വാഗുണ്ടല്ലോ എടാ ചോറുണ്ണുന്നത്, ഈ ഒരു ഉളുപ്പും തോന്നില്ല ഈ വർത്താനമൊക്കെ പറയാനെ കൊണ്ട്. ഇനി ഒരു വിഷയത്തിന് പിന്നിൽ ഈ കോൺസ്പിറസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കിന് ഈ പെണ്ണുങ്ങൾ ഇപ്പം മുങ്ങി നടക്കാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം സംശയമായിട്ട് കിടക്കുന്നത്. അതിന്റെ ഒരു ന്യൂസ് ബൈറ്റ് അങ്ങോട്ട് വെക്കാം. ചോദ്യം ചെയ്യലിലെ കുറ്റസമ്മതം പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ദിയ കൃഷ്ണന്റെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർക്ക് തിരിച്ചടിയാവുകയാണ്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള അക്കൗണ്ട് വിവരങ്ങൾ പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് സാധാരണയിലധികം പണം എത്തിയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 3 ജീവനക്കാർ പരസ്പരവും പണം കൈമാറി. അത് കടയിൽ നിന്ന് തട്ടിയെടുത്ത പണമാണോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് ഉറപ്പിക്കാനുള്ള വിശദ പരിശോധന പോലീസ് തുടരുകയാണ്. ഇന്നലെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിട്ടും അവർ അവിടെ ഉണ്ടായിരുന്നില്ല. വക്കീലിനെ കാണാൻ പോയെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. ഇന്ന് മൊഴിയെടുക്കാൻ എത്തിയില്ലെങ്കിൽ ജീവനക്കാർ മുങ്ങിയെന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. അതിനിടെ ജീവനക്കാർ ദിയ കൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിന്ന് കാറിൽ കയറി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ബലപ്രയോഗം ഫോട്ടോകളിൽ കാണാനില്ല. അതിനാൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയും സംശയനിഴലിലാണ്. സാമ്പത്തിക തട്ടിപ്പ് സ്ഥിരീകരിച്ചാൽ പിന്നെ കൃഷ്ണകുമാറിന് കുടുംബത്തിനെതിരായ കേസ് നിലനിന്നേ. വീട്ടിൽ പോയപ്പം അവിടെ ഇല്ല, വക്കീലിനെ കാണാനാന്ന് പറഞ്ഞു പോയി. പിന്നീട് ഇപ്പം മൊഴിയെടുക്കാനോ ഒന്നും ഇവിളുമാര് വന്നിട്ടില്ല. സംഭവം മുങ്ങി. കൊള്ളാടെയാ, അങ്ങനെയല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇവിടുന്ന് മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പോലീസുകാരെ പേടിച്ച് ഒളിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കിന് മുങ്ങിയെന്നല്ലേ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോഴായിരിക്കും ഇവിളുമാർ എവിടുന്നേലും പൊങ്ങി വരുന്നത്, അതും പറയാൻ പറ്റൂല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലാറ്റിന്റെ താഴെ എന്നിട്ടാണെങ്കിൽ ഇവിളുമാരെ തട്ടിക്കൊണ്ട് പോയെന്നാണല്ലോ ഇവിളുമാർ പറഞ്ഞത്. അറിയാത്ത ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് പോകലാണ്, ബലം പ്രയോഗിച്ചെന്നൊക്കെയല്ലോ പറഞ്ഞത്. അതിന്റെ CCTV വിഷ്വൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ബൈറ്റോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. കുടുംബത്തിനെതിരെയും ഗുരുതരമായുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണാപഹരണം നടത്തി എന്ന 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30 നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ മാസം 30 കവടിയാറുള്ള ദിയ കൃഷ്ണകുമാറിന്റെ ഫ്ളാറ്റിലേക്ക് അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഒരു ചർച്ചയ്ക്ക് വരുന്നത്. ആ ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തുമ്പോൾ കൃഷ്ണകുമാറും കുടുംബവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുക, ലോബിങ്ങിലെ ചർച്ചയിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവിടുത്തെ കെയർടേക്കറും അസോസിയേഷന്റെ സെക്രട്ടറി ഇടപെട്ട ശേഷം അവിടെ വെച്ച് അങ്ങനെ ഉച്ചത്തിലുള്ള സംസ്ഥാനം പാടില്ല എന്ന് അറിയിച്ചതിന് ശേഷമാണ് അവർ മറ്റു സ്ഥലത്തേക്ക് അമ്പലമുക്കിലേക്ക് കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടേക്ക് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് പണം തട്ടിയെടുത്തു, ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങി എന്നാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷം ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരികൾ നൽകിയുള്ള പരാതി. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതും പോലീസ് ശേഖരിച്ചതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കുടുംബം ഉണ്ടായിരുന്നു, മറ്റു സ്ത്രീകളുണ്ടായിരുന്നു, മറ്റു പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 3 സ്ത്രീകളിൽ 2 പേർ അവർക്കൊപ്പം കയറി പോവുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്തി അവരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയതായി കണ്ടിട്ടില്ല എന്ന് ഫ്ളാറ്റിലുണ്ടായിരുന്ന ജീവനക്കാരും ഒക്കെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ നേരെ കൊണ്ടുപോകുന്നത് അമ്പലമുക്കിലുള്ള കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലേക്കാണ്. അവിടെ വന്നിറങ്ങുന്നതോ കയറി പോകുന്നതോ പിന്നെ തുടർന്ന് ചർച്ച നടത്തുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അവിടെ നിന്നും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഈ ഇരു വിഭാഗത്തിലുള്ളവർ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ മുമ്പാകെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അതായത് ഈ പറയുന്ന സ്ത്രീകളെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് ഈ പണാപഹരണം നടത്തി എന്ന് ചുമത്തിയിട്ടുള്ള കുറ്റം തെളിയിക്കാൻ ഒരു തരത്തിലുള്ള തെളിവുകളും ഇതിനകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. അതേസമയം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന്റെ അതുപോലെ തന്നെ ഈ 3 ജീവനക്കാരുടെ ദിയയുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന നടന്നു വരികയാണ്. അവിടെ ഒരു പറയുന്ന പണം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിലാണ് ഈ രണ്ടാമത്തെ ക്രൈമിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കഷ്ടം, ആ 3 പെണ്ണുങ്ങളെ ആണെങ്കിൽ എല്ലാവരും കൂടെ വളഞ്ഞിട്ടങ്ങ് ആക്രമിക്കുവാണേ. എന്തൊരവസ്ഥയാണ് അവരുടെയൊക്കെ. ഈ തെമ്മാടിത്തരം കാണിച്ച് ഇവിളുമാരെന്താ പറഞ്ഞാൽ ഞങ്ങളെ കിട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി മറിച്ച് ചെയ്തു മറ്റേ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യത്തിന് ഇവർക്ക് നിരത്താനെ കൊണ്ട് തെളിവുകളില്ല. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും ക്രെഡിബിലിറ്റി ഇല്ല.
എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങളും മീഡിയാസിന് മുന്നേ പറയുന്നത് കൃഷ്ണകുമാർ ഇവരുടെ തുണിയെ പിടിച്ച് വലിച്ചെന്ന് പറയുന്നു. പിന്നെ അശ്വിൻ എന്തിനാ നിങ്ങൾ ആലോചിക്കുക, ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡായിട്ടുള്ള അശ്വിൻ, ആ മനുഷ്യൻ ഞാൻ ഇതുവരെ കണ്ടാൽ ഇതുപോലത്തെ ഒരു പാവം പിടിച്ച ഒരാളെ അയാൾ രാത്രി വിളിച്ചിട്ട് പൂവാലന്മാരെ പോലെ സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഈ പുന്നരമക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഇവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, മറ്റേ ചെയ്യാൻ ശ്രമിച്ചു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും ഇവളുമാർ വരുമ്പോൾ പറയാം. എന്തായാലും അന്ന് തന്നെ ഇവളുമാർ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് വീഡിയോ എന്താ ചെയ്യുക, ഇവളുമാരെ അസോൾട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവളുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ഇവളുമാർക്ക് പുറകിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വക്കീൽ പറഞ്ഞു കൊടുക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് ഇവളുമാർ ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പിന്നിൽ കളിക്കുന്നതിൽ ഒരാൾ ഈ വക്കീൽ തന്നെയാണോ? കാരണം ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ട് എന്തായാലും വക്കീലിന് നല്ല ചിക്കിളി കിട്ടുമല്ലോ ഇത് ഈ ഒരു കേസിന്റെ പുറകെ പോകുമ്പോഴത്തേക്കിന്. അപ്പോൾ വക്കീലിന് ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അഡ്വൈസിൽ പ്രകാരമാണ് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയേക്കുന്നത്. ഇനി ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദിയ കൃഷ്ണയ്ക്ക് ഒരു ത്രെറ്റനിങ് വന്നതിനെ പറ്റിയിട്ട് കൃഷ്ണകുമാർ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. ഈ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി വരുമ്പോൾ മോൾ ഓടിച്ചോണ്ടുവന്ന കാറിനെ തടഞ്ഞു നിർത്തി ഒരുത്തൻ ചീത്ത വിളിക്കുന്നത് എൻ്റെ വീഡിയോ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഞങ്ങൾ പോലും ഇന്നത്തെ ദിവസം ഈ മാധ്യമങ്ങളോട് ഒരു അക്ഷരം ഇന്നെത്തിയതുവരെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ഇന്നിത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഈ വാർത്ത വന്നു എന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ഈ 3 പെണ്ണുങ്ങൾ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ നല്ല കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ ആരൊക്കെയും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ വെറുതെ വന്നിട്ട് ഒരാൾക്ക് വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ചിട്ട് ഇതുപോലെ ചീത്ത വിളിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ആദ്യം തന്നെ ഡേ 1 തൊട്ട് ഈ പോലീസുകാരാണെങ്കിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. പിന്നെ വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് ഇവർ പ്ലേ ചെയ്യുന്ന ആക്ട് ചെയ്യുന്നു. ആ പോലീസുകാരനെ പറ്റി ഇന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ദിവസത്തെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടോ പ്രഷർ ഉണ്ടാക്കി ആയിരിക്കാം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറി എന്നുള്ള രീതിയിൽ ആ ഒരു പോലീസുകാരനെ ആയിരിക്കും ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഈ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിലേക്ക്. പിന്നീട് നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ഇവരെ ത്രട്ടൻ ചെയ്യുന്ന ഒന്നുമില്ലെങ്കിൽ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു ലേഡി അല്ലേടി, ഈ 3 പെണ്ണുങ്ങൾ കാരണം ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ഈ ഒരു ടൈമിൽ. ആ സമയത്ത് ഇത്രയും ദുരിതങ്ങളാണ് ഈ 3 പെണ്ണുങ്ങൾ പെങ്ങളെ പോലെ അല്ലെങ്കിൽ സഹോദരിമാരെ പോലെ കണ്ടവളന്മാരാണ്. എന്നിട്ട് ജാതിക്കാട് വരെ ഇറക്കിയിട്ടാണ് ഈ പുന്നാര മക്കൾ വന്നേക്കുന്നത്. 10ഓളം ആളുകൾ ഉണ്ടായിരുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. 10 അല്ല 15-20 ഉണ്ട്. കാരണം അല്ല, ഒറ്റ കാര്യം കേൾക്കൂ. അവരെന്നെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ്? ഡ്രൈവർമാർ, ഇവിടുത്തെ സ്റ്റാഫ്. എൻ്റെ ഓഫീസാണ് ഇവിടെ തുറന്നു കിടക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരും ഡെയിലി വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടും സിനിമാപരമായിട്ടും പല കാര്യങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നു. ഇവിടെ ധാരാളം ആൾക്കാരുള്ളത്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, ഇതിൽ ഒളിച്ച് തട്ടി ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇത്രയും ആൾക്കാർ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. അവർ പറഞ്ഞു ശരി തന്നെ. അപ്പോൾ ഇതിനൊക്കെ അവരൊരു ഫ്ലാറ്റിൽ വന്നു. എൻ്റെ മകൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഓഫ് കോമൺ ഹോളണ്ട് അവിടെ നിന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യാൻ 1.5 വർഷമായി. എൻ്റെ ഓഫീസിൽ എൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽ കുട്ടികൾക്ക് അറിയാലോ. ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ പേര് അറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാവുന്നവരല്ല. അല്ലാതെ ഈ സന്തോഷ് ആയിരുന്നു എല്ലാം ഇവർക്ക് അറിയാലോ. സന്തോഷ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കോട്ടക് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം VRS എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിസിനസ് ഉള്ളതാണ്. എൻ്റെ സ്ഥാപനത്തിൽ എന്നും വരുന്ന വ്യക്തിയാണ്. ഇത് ആരെയും പോലീസ് എന്ന് വരുത്ത് പറഞ്ഞത്? ഇവർക്ക് അദ്ദേഹം പോലീസാണെന്ന് അവർക്ക് തോന്നി. അവർക്ക് തോന്നിയതല്ല, വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തതിനനുസരിച്ച് അവർ വന്ന് സ്ക്രീൻ പ്ലേ ചെയ്യുകയാണ്. ആ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കാര്യം വെച്ചാൽ ഇത്ര വർഷമായിട്ട് അവിടെ ഉള്ള ഓരോ ആൾക്കാരും അറിയാം. എന്നിട്ട് ഇവളുമാർ പറഞ്ഞ എന്താണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ച് കൊണ്ട് നിർത്തി, അയാളെ കാണിച്ച് ഞങ്ങളെ എങ്ങനെ പേടിപ്പിച്ചു, ഭീഷണിപ്പെടുത്തിയെന്ന്. ആ വ്യക്തിനെ 1.5 വർഷമായിട്ട് ഇവളുമാർ അവിടെ വന്ന് അറിയുന്ന ആൾ തന്നെയാണ്, സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നിട്ട് പറയാണ് ഇത്രയും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെയാണ് ഇവളുമാരെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെങ്കിൽ ഈ ത്രട്ടനിങ് ചെയ്യാൻ വന്നേക്കുന്ന ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇത് പുറത്ത് വരണം. കാര്യം ഇവന്മാരെ ആണെങ്കിൽ ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ കളിക്കുന്നത് എല്ലാണോ പുറത്ത് വരണം, എല്ലാണോ അഴി കാണണം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ദിയ കൃഷ്ണ ഇവളുമാരെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കുക. എനിക്ക് അത്രയ്ക്കും ട്രസ്റ്റ് അവരുടെ മേലുണ്ടായിരുന്നു. കാരണം 1 വർഷമായിട്ട് അവിടെ നിൽക്കല്ലേ. അത് 3 സ്ത്രീകളാണ്. 3 പേർക്കും എൻ്റെ ഒരു സിറ്റുവേഷൻ അറിയാമായിരിക്കും. എനിക്ക് വയ്യാന്നുള്ളത് ഞാൻ അവരുടെ മുമ്പ് വെച്ച് കരഞ്ഞിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇതുപോലെ ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ വരുന്നു, നിങ്ങളെ കാരണം നിങ്ങളുടെ പാക്കിംഗ് ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ ദേവി ഇതിന് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മുമ്പ് വെച്ച് കരഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത്? ഇങ്ങനെ ഈ കംപ്ലയിൻസ് ഒരുപാട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ബേസിക്കലി എന്റെ വീക്ക്നെസ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്റെ വീക്ക്നെസ് ആണ് അവരവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത്. അതാണ്, ആ ഒരു വീക്ക്നെസ്സിനെ നല്ല രീതിയിൽ അവളുമാർ മുതലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിയ കൃഷ്ണ പറയുന്നുണ്ട് ഇവളുമാരുടെ കാരണമാണ് ഈ പാക്കിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടായത്. അതിന്റെ പേരിൽ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ല കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ദിയ കൃഷ്ണയ്ക്ക്. അന്ന് ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി അന്നത്തെ ഇഷ്യൂസ് അറിയാമല്ലോ. അന്ന് ഈ പാക്കിങ്ങിൽ വന്നേക്കുന്ന ഇതെന്ത് പൊട്ടിയിട്ടൊക്കെയാണ് വന്നത്, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ആ ഒരു വിവാദം ആയപ്പോഴത്തേക്കിന് ദിയ കൃഷ്ണ അവിടെ ഇവിടെ ഈ പറയുന്ന അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇങ്ങനെ പറ്റിയ ആ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോയെങ്കിൽ കൂടിയാണെങ്കിൽ അവളുമാരെ ആണെങ്കിൽ വെറുതെ വലിച്ചിട്ട് അവളുമാരെ അത്രയും മോശക്കാരികളാക്കി കാണിച്ചിട്ടില്ല. ആ റെസ്പോൺസിബിലിറ്റി മുഴുവനായിട്ട് ഏറ്റെടുത്തിട്ടാണെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഇപ്പം നമ്മളാണെങ്കിൽ അന്ന് ദിയ കൃഷ്ണനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എവിടെ നമ്മളാണെങ്കിൽ ഈ പറഞ്ഞ പാക്ക് ചെയ്ത ആൾക്കാരെ പറ്റിയിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട്ട് ഇട്ട് തരാതിരുന്നത് ദിയ കൃഷ്ണ അവരുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവരോട് കാണിച്ചിരിക്കുന്ന ഒരു സ്നേഹമായിരുന്നു. പക്ഷെ അതുപോലും ഇവളുമാർ കാണിച്ചിട്ടില്ല തിരിച്ച് ദിയ കൃഷ്ണയുടെ അടുത്ത്. അതിനുശേഷം ഇവളുമാർ എത്ര തവണ ഇത് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവളുമാർ ഇത് മനഃപൂർവ്വം ചെയ്തതായിരിക്കുമോ?
ഒന്നെങ്കിൽ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഭൂലോകം മടിച്ചുകളാണ്, പണിയെടുക്കാൻ വയ്യാത്ത മടിച്ചുകളാണ് അവളുമാർ. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പാക്കിങ്ങിന്റെ മിസ്റ്റേക്ക് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒബയോസി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളുമാർ ശ്രമിച്ചിട്ടുള്ളതായിരിക്കാം. ഈ ഒരു കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ വളരെ മോശമായിട്ട് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കസ്റ്റമേഴ്സിന് ഇങ്ങോട്ടേക്ക് തോന്നുന്ന ആ ഒരു, അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റിനോട് തോന്നുന്ന ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ഇവരോട് തോന്നുന്ന ആ ഒരു ട്രസ്റ്റ് സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ ഒബയോസി തകരൂല്ലേ? മേ ബി അതിനൊക്കെ ഇവളുമാർ മുമ്പ് ശ്രമിച്ചതാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും ഇത്രത്തോളം അവളുമാരെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേര്, അല്ലെങ്കിൽ അവിടുത്തെ സബോർഡിനേറ്റ്സിനെ ഇത്രത്തോളം സ്നേഹിച്ചതിന്റെ, അല്ലെങ്കിൽ സഹോദരിയെ പോലെ കണ്ടതിന്റെ പേരിൽ ദിയ കൃഷ്ണയ്ക്ക് ഇന്ന് നല്ല പരിപാടിയാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഇതിന്റെ പേര് ത്രട്ടനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോഴും ദിയ കൃഷ്ണയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഇത് കണ്ടിട്ട് മനസ്സിലാവാതെ ആ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കുറെ എണ്ണങ്ങൾ, ഇവളുമാര് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തന്തയില്ലാമെന്ന് തന്നെ ഞാൻ പറയും ആ ജാതി കാർഡ് ഇറക്കിയേക്കുന്നത്. ഇവിടെ ഈ ജാതിയുടെ പേരിലാണെങ്കിൽ ഒരുപാട് ആളുകൾ അധിക്ഷേപം കേൾക്കുന്നുണ്ട്. അങ്ങനെ അവരെ അധിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ ഓരോ ആൾക്കാരും, അല്ലേ? ഒന്നില്ലെങ്കിൽ കേരളത്തിലെ മെജോറിറ്റി ആൾക്കാരും കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആ സാധനത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കള്ളം പറയുന്നു. ഇങ്ങനെ പറയുന്നവിടെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ ഇവളുമാരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇനി നാളുകളിൽ ഇവളുമാർ ഇത് കാണിക്കാൻ പാടില്ല. പിന്നെ ഇവളുമാർ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നൊക്കെ ഇതുപോലൊക്കെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തിനാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഇവളുമാർ ഒളിവിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്ന് ഇവളുമാർ പൊങ്ങുകയെന്നുള്ളത് അറിയത്തില്ല. കൃഷ്ണകുമാറാണെങ്കിൽ മീഡിയസിന്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട് ഇവളുമാരെ പൂട്ടെന്നുള്ളത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവളുമാരെ പൂട്ടണം ഇനിയും മേലെ. കാര്യം വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞൊരു കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത്രയും ലക്ഷങ്ങൾ തട്ടിച്ചെടുത്തു. അവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് പൈസ പോകുന്നേ പോട്ട്, നമുക്ക് പ്രശ്നമില്ല, ഇതിനീ പൊക്കോട്ടെ. പക്ഷേ ഇവളുമാർ ഈ കാണിച്ചിരിക്കുന്ന പരിപാടിക്ക് തീർച്ചയായിട്ടും ഈ ഒരു നടപടി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അല്ലെങ്കിൽ കോടതിയിൽ നിന്നാണെങ്കിൽ ഇച്ചിരി ലാഭം ഉണ്ടാകുമെങ്കിൽ പോലും ഇവളുമാരെ കോടതി ഏറ്റി ഇറക്കണം, അല്ലെങ്കിൽ ഇവന്മാർക്ക് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്ന് തന്നെയാണ് കൃഷ്ണകുമാർ പറയുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ദിയ കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാര്യം ഇനി ഇവളുമാർ ഇതുപോലെ പുറത്തിറങ്ങി ഇങ്ങനെ വിലസി നടക്കരുത്. കാര്യം ഒരാളെ ജാതി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അശ്വിനെ ഇതിനകത്ത് വലിച്ചിട്ടു, അത് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാറിനെ ഇതിനകത്ത് വലിച്ചിട്ട് എന്താ ദേഹത്ത് പിടിച്ച് വലിച്ചു, അല്ലെങ്കിൽ തുണി പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസോൾട്ട് ചെയ്ത്, ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് ആ കുടുംബത്തിന് മൊത്തം പേർക്കും എതിരെയാണ് ഇവളുമാർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. പിടിച്ചു വലിച്ചുകൊണ്ട് പോയി തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതൊന്നും ഇപ്പം നിലവിൽ നിൽപ്പില്ല കേട്ടോ ആ ഒരു കേസും. കാര്യം CCTV വിഷ്വൽസ് കണ്ടല്ലോ, അതിനകത്ത് എന്താണ് തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ഇവളുമാർക്ക് ഇനി വാദിക്കാനുള്ളത്. എന്തിനാണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.